ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ടൊമാറ്റോ ചട്ടണി. ഈ തക്കാളി ചട്ടണി ഉണ്ടെങ്കിലേ നമുക്ക് ഇഡ്ഡലീൻ്റെയും ദോശയുടെയും ചപ്പാത്തിൻ്റെയും കൂടെയൊക്കെ കുശാലായിട്ട് കഴിക്കാം കേട്ടോ. ഇവിടെ കുഞ്ഞുണ്ണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് പോയാലോ. ഞാനൊരു 3 തക്കാളി എടുത്തു, 2 സവോള എടുത്തു, 2-3 അല്ലി വെളുത്തുള്ളി എടുത്തു, 2 ഉണക്കമുളക് എടുത്തു, ഇഞ്ചി എടുത്തു. ഇഞ്ചി ഓപ്ഷനല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചു കേട്ടോ. എന്നിട്ട് അടുപ്പിൽ ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ, ചെറിയ സ്പൂൺ കേട്ടോ, എന്നിട്ട് ഇതിട്ട് എന്താണ് നമ്മുടെ ഉഴുന്നിട്ടിട്ടോ. അതൊന്ന് ശരിക്കും മൂത്ത് വരുന്ന സമയം ശരിക്കും കളറ് മാറി വരണം കേട്ടോ. ഇച്ചിരി ബ്രൗണിഷ് കളറായിട്ട് വരുന്ന സമയത്ത് ഉപ്പും വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും ഉണക്കമുളകും കൂടെ കൂട്ടിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഉണക്കമുളക് ഇപ്പിടാൻ മറന്നു പോയിട്ടോ, രാവിലെ തിരക്കല്ലേ, അതിൻ്റെ ഇടയ്ക്ക് മറന്നു പോയിട്ടോ. അപ്പോൾ ഇപ്പോഴും അതിട്ടെടുത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും തക്കാളി ഇടണം കേട്ടോ. തക്കാളിയും കൂടി ഇട്ടിട്ട് ശരിക്കും ഒന്ന് എണ്ണയിൽ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഉണക്കമുളക് ഇടുന്നത്, മറന്നു പോയായിരുന്നേ. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ശരിക്കും വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ 1 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടു കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ചിലർ ഇതിനകത്ത് എന്തിടും, പച്ചമുളക് ഇടും കേട്ടോ. ഞാൻ ഇട്ടില്ല, മക്കളുള്ളതുകൊണ്ട് എരിവ് കുറച്ചാട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കണേ. എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറിയ ശേഷം ഒന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ച് പേസ്റ്റ് ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച്, ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്തത്. അതിനകത്തോട്ട് കുറച്ച് കടുകും ഇച്ചിരി ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കില്ലേ, അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുവേ. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക, ഈ പേസ്റ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓൾറെഡി നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വേവിച്ചതാണല്ലോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്ടണി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഈസി അല്ലേ? നമ്മുടെ ഈസി ആയിട്ടുള്ള പരിപാടിയായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ദോശേൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി എന്നോട് ചോദിക്കുക, എന്താ അറിയോ, അമ്മ ഇന്ന് മസാല ദോശയാണോ ഉണ്ടാക്കണേന്ന്. അപ്പോൾ അത്ര ടേസ്റ്റ് ആയിട്ടോ നമ്മുടെ ടൊമാറ്റോ ചട്നി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. പതിവ് പോലെ ഇന്നും എനിക്ക് മാവ് പണി തന്നു കേട്ടോ. എല്ലാം പൊന്തി തൂളിപ്പോയിട്ടോ. ഇത് ഞാൻ എന്നരച്ചാലും ഇതുപോലെ പൊങ്ങിപ്പോയി കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എന്താ പറയുക, ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും ചേർക്കാറില്ല. തലേദിവസം നമ്മുടെ ചുട്ട മാവുണ്ടല്ലോ, ദോശേൻ്റെ ഇഡലീൻ്റെ ഒക്കെ മാവ് 1 സ്പൂൺ എടുത്ത് വെക്കേ. എന്നിട്ട് രാത്രി അരച്ച് വെക്കുമ്പോൾ ആ 1 സ്പൂൺ അത് ചേർത്ത് അരയ്ക്കും. എന്നിട്ട് അങ്ങനെ മൂടി വെക്കും കേട്ടോ. എല്ലാ ദിവസവും രാത്രി 10 മണിക്കൊക്കെയാണ് ഞാൻ അരി അരച്ച് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ദോശ ഇടാം. അപ്പോൾ ദോശ ചട്ടിയിലെടുത്ത് നമ്മൾ ദോശയെല്ലാം പരത്തിയിട്ടോ. എന്നിട്ട് അതൊന്ന് വെള്ളം വലിഞ്ഞ് വരുന്ന സമയത്ത് ഇച്ചിരി എണ്ണ ഇതുപോലെ ഞാൻ എന്താ പറയുക, ഇങ്ങനെ കുടഞ്ഞു കൊടുക്കും കേട്ടോ. എന്നാൽ ശരിക്കും ഒന്ന് മുരിഞ്ഞ് കിട്ടുള്ളൂ ദോശ കേട്ടോ. എന്നിട്ട് പിള്ളേർക്കാണെങ്കിൽ കുറച്ച് ഗീയൊക്കെ ഞാൻ അതിനകത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ദോശയൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് എന്താ പറയുക, ഇങ്ങനെ ഉരുട്ടിയൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ സെർവ് ചെയ്തു കേട്ടോ. തക്കാളി ചട്ടിൻ്റെ കൂടെ എൻ്റെ കൊച്ചുണ്ണി ഉണ്ട് കേട്ടോ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദോശ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടൊമാറ്റോ ചട്നി കൂട്ടിയിട്ട് ഞങ്ങൾ ദോശ തിന്നാൻ പോകും കേട്ടോ. ഈ ദോശ അടിപൊളി ദോശയാണ്, നല്ല മുരിഞ്ഞിരിക്കുന്ന ദോശയാണ്. അപ്പം അങ്ങനെ മുരിഞ്ഞ് വന്നാലേ കൊച്ചുണ്ണി കഴിക്കത്തുള്ളൂ. അവൻ കടിക്കുമ്പോൾ നല്ല കിറുകിറാന്ന് സൗണ്ട് കേൾക്കണം, പക്ഷേ സോഫ്റ്റും ആയിരിക്കണം കേട്ടോ. എന്നാലേ പുള്ളിക്കാരൻ കഴിക്കുള്ളൂ. അവന് മാത്രമല്ല കുഞ്ഞുണ്ണി എല്ലാം അങ്ങനെ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ ദോശ അങ്ങനെ നല്ല എങ്ങനെ മുരിഞ്ഞ് വന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എങ്ങനെ മാവരച്ച് വെക്കണം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുടാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ വീഡിയോ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനോട് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.